ഇംഗ്ലീഷ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന വേർഡാണല്ലേ ഹാവ്, ഹാസ്, ഹാഡ്. പക്ഷെ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഇപ്പോഴും പല ആൾക്കാർക്കും കൺഫ്യൂഷനാണ്. സോ ഇന്നത്തെ ലെസണിൽ നമുക്ക് ഈ വേർഡ്സ് എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാമെന്ന് പഠിക്കാം. ഈ ഹാസ്, ഹാവ്, ഹാഡിനെ നമുക്ക് മെയിൻ വേർബായും ഹെൽപ്പിംഗ് വേർബായും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഫോർ എക്സാമ്പിൾ, ഐ ലിവ് ഇൻ ഡൽഹി. ഞാൻ ഡൽഹിയിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിനുശേഷം വരുന്ന ഐ ലിവ് എന്ന് പറയുന്ന ലിവ് ആണ് ഇവിടുത്തെ വേർബായിട്ട് വരുന്നത്. ഇനി ഞാൻ അവളെയോ അവനെയോ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ഒരാളെ കുറിച്ച് പറയാണ്, അവനെയോ അവളെയോ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹി ഓർ ഷീ ലിവ്സ് ഇൻ ഡൽഹി എന്ന് വരും. ഇനി ഞാൻ ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയാം? വി ഓർ ദേ ലിവ് ഇൻ ഡൽഹി എന്ന് പറയാം. അതായത് നേരത്തെ ഐ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ വേർബിൻ്റെ കൂടെ എസ് ചേർക്കുന്നില്ല. അവനെയോ അവളെയോ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ എസ് ചേർക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസുകളെല്ലാം പ്രസൻറ്റ് ടെൻസിലാണ്. ഇനി പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ സബ്ജക്റ്റ് ആയിട്ട് ഐ ആണെങ്കിലും ഹി ഓർ ഷീ ആണെങ്കിലും വി ഓർ ദേ ആണെങ്കിലും നമുക്ക് ലിവ്ഡ് എന്നാണ് പറയാം. അതായത് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഈ ലിവ് എന്ന വേർഡിൻ്റെ കൂടെ ചിലപ്പോൾ എസ് ചേർക്കും, ചിലപ്പോൾ എസ് ചേർക്കില്ല. പക്ഷെ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ നമ്മൾ ഈ ലിവ് എന്ന വേർഡിൻ്റെ കൂടെ ഇ ഡി ചേർക്കും. ഇങ്ങനെയാണ് നമുക്ക് ലിവ്, ലിവ്സ്, ലിവ്ഡ് എന്നത് കിട്ടുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു എക്സാമ്പിൾ നോക്കണേ. ഇന്ന് എനിക്കൊരു പരീക്ഷയുണ്ട്. അതെങ്ങനെ പറയും? ഐ ഹാവ് എൻ എക്സാം ടുഡേ എന്ന് പറയും. ഇനി അവൾക്കോ അവൻക്കോ ഇന്നൊരു എക്സാം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ പറയാം? ഷീ ഓർ ഹി ഹാസ് എൻ എക്സാം എന്ന് പറയാം. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ ഐ നമ്മുടെ കാര്യം പറയുമ്പോൾ എന്ത് പറഞ്ഞു? ഹാവ് എന്ന് പറഞ്ഞു. ഇനി അവളുടെയോ അവൻ്റെയോ കാര്യം പറയുമ്പോൾ, ഒരാളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഹാസ് എന്ന് പറഞ്ഞു. ഇനി ഒരു കൂട്ടം ആളുകളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വി ഓർ ദേ ഹാവ് എൻ എക്സാം എന്ന് പറയാം. അത് നമ്മുടെ ഐ പോലെ തന്നെയാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞ 3 സെൻറ്റൻസുകളും നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതായത് ഐ അല്ലെങ്കിൽ ദേ ഓർ വി ആണെങ്കിൽ നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. ഹി ഓർ ഷീ ആണെങ്കിൽ നമുക്ക് ഹാസ് യൂസ് ചെയ്യാം. ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിലും ഒന്നിലധികം ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ ഹാഡ് എന്നാണ് യൂസ് ചെയ്യുക. ഐ ഹാഡ് എൻ എക്സാം, ഹി ഹാഡ് എൻ എക്സാം, വി ഹാഡ് എൻ എക്സാം. അതായത് ഹാവ് എന്ന് പറഞ്ഞതാണ് ഈ വേർബിൻ്റെ ബേസ് ഫോം. ഈ ബേസ് ഫോമിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോഴാണ് നമുക്ക് ഹാസ് കിട്ടുന്നത്. ഇനി പാസ്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവിൻ്റെ കൂടെ ഇ ഡി ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഡ് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഹാവ്, ഹാസ്, ഹാഡ് എല്ലാം കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലിവ്, ലിവ്സ്, ലിവ്ഡ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഹാവ്, ഹാസ്, ഹാഡ് എന്നിപ്പോൾ മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് ഈ ഹാവ്, ഹാസ്, ഹാഡ് നമുക്ക് മെയിൻ വേർബായും ഹെൽപ്പിംഗ് വേർബായും യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നോക്കാം.